കേരളത്തിനെ കുറിച്ച് പറയുന്നത് കേരളം ഒരു ഏജിങ് പോപ്പുലേഷൻ ആണെന്നാണ്. അതായത് 60-ന് മുകളിലുള്ള ആൾക്കാരുടെ ജനസംഖ്യയാണ്. താരതമ്യേന ചെറുപ്പക്കാരുടെ ജനസംഖ്യയെക്കാട്ടി കൂടുതലാണ്. സത്യത്തിൽ അതൊക്കെ ഒരു പുരോഗമിക്കുന്ന ഒരു സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ അടയാളമാണെങ്കിലും കുറെ വെല്ലുവിളികളും ഈ ഒരു സാഹചര്യം ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികളിൽ നമ്മള് രോഗപരിചാരകർ എന്നുള്ള നിലക്ക്, ഡോക്ടർമാർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ജീരിയാട്രിക് പേഷ്യൻസിനെ അല്ലെ 60 കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ ധാരാളമായിട്ട് നമുക്ക് ചികിത്സിക്കേണ്ടി വരാറുണ്ട്. അപ്പം വീട്ടിലുള്ള ആൾക്കാർ, കുടുംബത്തിലുള്ള ആൾക്കാർ സാധാരണയായി ചെയ്യുന്ന ചില തെറ്റുകൾ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു കിടപ്പ് രോഗിയുള്ള ആൾക്കാർ സാധാരണയായി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. അതായത് ഇപ്പോ ഒരു കിടപ്പ് രോഗിയുണ്ട്, അദ്ദേഹം ചലിക്കുന്നില്ല, ശരീരത്തിന് അധികം ചലനമില്ല, കഷ്ടിച്ചെഴുന്നേറ്റിരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു രോഗിക്ക് നമ്മൾക്ക് സാധാരണ ആൾക്കാർക്ക് വിശക്കുന്ന പോലെ ദിവസം 3 നേരം വിശക്കുകയും ആഹാരത്തോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഫോഴ്സ് ഫീഡ് ചെയ്യരുത്. നിർബന്ധിച്ച ആഹാരം കഴിപ്പിക്കാനുള്ള പ്രവണത നന്നല്ല. ഇവരുടെ ദഹനം കുറച്ച് സാധാരണയെക്കാട്ടി സ്ലോ ആയിരിക്കാം, സാവകാശത്തിലായിരിക്കാം ആഹാരം ദഹിച്ചു മാറുന്നത്. അതുകൊണ്ട് വയറ് വീർത്ത് തന്നെ ഇരിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാകാറുണ്ട്. മലബന്ധം ഒരു വലിയ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫോഴ്സ് ഫീഡ് ചെയ്യാതിരിക്കുക. കഴിവതും ഇവര് വെള്ളം കുടിക്കാനും വൈമനസ്യം കാണിക്കും, അല്ലെ വൈമുഖ്യം കാണിക്കും, അല്ലെങ്കിൽ ദാഹം എന്നുള്ള ഒരു സെൻസേഷൻ തന്നെ, ഒരു തോന്നൽ തന്നെ ഇവർക്ക് കുറഞ്ഞു എന്നിരിക്കാം. അപ്പൊ നമ്മൾ കൃത്യമായി അടിക്കടി അല്പം വെള്ളം കുടിപ്പിക്കേണ്ടതുണ്ട്. ഏകദേശം 1000 മുതൽ 1500 ml വരെ ഉള്ള വെള്ളം ഉള്ളിൽ ചെല്ലേണ്ടതുണ്ട്, ചൂടുള്ള ദിവസങ്ങളിൽ അധികവും. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ആഹാരവും ദ്രവരൂപത്തിൽ കൊടുക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. നമ്മൾ ചിലപ്പോൾ ഒരു സോഡിയത്തിന്റെ ഇംബാലൻസ്, അല്ലെ പല ലവണങ്ങളുടെയും ഒരു ഇംബാലൻസും ഒരു അസന്തുലിതാവസ്ഥയും നമ്മൾ ശരീരത്തിൽ ചിലപ്പോൾ സൃഷ്ടിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ ഇരുത്തി എപ്പോഴും ഒരു 90 ഡിഗ്രിയിൽ ചാരി ഇരുത്തി മാത്രം ആഹാരം കൊടുക്കുക. അത്രയും പറ്റുന്നില്ലെങ്കിൽ ഏകദേശം 60 എങ്കിലും ഇരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടത്താതിരിക്കുക. അല്പനേരം ഇരുന്ന് വെള്ളം കുടിച്ച് അല്പം കഴിഞ്ഞ് അവരെ കിടത്തുക. എപ്പോഴും ആഹാരം കഴിഞ്ഞ് ചരിഞ്ഞു കിടക്കുന്നതായിരിക്കും നല്ലത്. നമുക്കറിയാം, ഈ ആഹാരം പോകുന്ന പൈപ്പും ശ്വസനത്തിന് പോകുന്ന നമ്മുടെ പൈപ്പ് അല്ലെങ്കിൽ ട്രേക്കിയായും അടുത്തടുത്ത ഏരിയാസിലാണ്. അപ്പോൾ ചിലപ്പം ആഹാരം, ചെറിയൊരു കണിക പോലോ ആഹാരമോ വെള്ളമോ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടന്നു പോയാൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിടപ്പ് രോഗികളെ ശ്രദ്ധിക്കുന്നവർ പ്രത്യേകം മനസ്സിൽ വെച്ചേക്കുക.